നിങ്ങളുടെ വീട്ടിൽ ഒരു MLA ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ആത്മസുഹൃത്ത് ഒരു MLA ആണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളെ ഏതാ മണ്ണ്? അത്തോളിന്ന് CH മത്സരിക്കാൻ വന്നപ്പോ 2 കൈയും നീട്ടി സ്വീകരിച്ച മണ്ണല്ലേ? CH ഫസ്റ്റ് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, എനിക്കറിയാം സർ. ഞാൻ എല്ലാ താനൂരിലെ ജനങ്ങൾക്കും നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരാണ് എനിക്ക് വോട്ട് ചെയ്തത്. അവരോട് വോട്ട് ചോദിക്കാൻ പോയ ദിവസത്തെ ഞാൻ ഓർക്കുന്നു സർ. അവരുടെ വീടുകളിലേക്ക് ഞാൻ കുനിഞ്ഞാണ് കയറിയത് സർ. അവർക്ക് ഭക്ഷണം കഴിക്കാനും അതിഥികളെ സ്വീകരിക്കുവാനും കിടന്നുറങ്ങാനും വസ്ത്രം മാറാനും ഒക്കെ ഒരു മുറിയേ ഉള്ളൂ. അവരെ ഓർത്ത് ഞാൻ വികാരഭരിതനാകുന്നു. അതാണ് താനൂരിന്ന് ജയിച്ചു പോയി ആദ്യം CH മുഹമ്മദ് കോയ സാഹിബ് നടത്തിയിട്ടുള്ള പ്രസംഗം. ആ CH വന്നു, ഉമർ ബാഫക്കി തങ്ങൾ വന്നു, അഹമ്മദ് സാഹിബ് വന്നു, സീതി ഹാജി വന്നു, നിങ്ങളുടെ കുട്ടി അഹമ്മദ് കുട്ടിയും അബ്ദുറബും വന്നു. നിങ്ങൾ എത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും നോക്കൂ. ഞാൻ നവാസിനെ വേദിയിലിരുത്തി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നവാസിന്റെ കൂടെ ജീവിച്ചവരാണ്, നവാസിന്റെ കൂടെ യാത്ര ചെയ്തവരാണ്, നവാസിന്റെ കൂടെ പ്രവർത്തിച്ചവരാണ്. ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ നിങ്ങളുടെ നിയമസഭാ അംഗമാക്കണം. 5 കൊല്ലം കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന MLA നവാസ് ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. ഗ്യാരണ്ടിയാണിത്. നിങ്ങളുടെ വീട്ടിൽ ഒരു MLA ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ആത്മസുഹൃത്ത് ഒരു MLA ആണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നാട്ടുകാരൻ ഒരു MLA ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. നിങ്ങളുടെ ഒപ്പം ഇങ്ങനെ ഒരു MLA, മുന്നിൽ നടക്കാനല്ല പിന്നിലും നടക്കാനല്ല, ഒപ്പം നടക്കാൻ ഒരു MLA, ഒപ്പം നടക്കാൻ ഒരു MLA. ജീവിതം പോരാട്ടമാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2 തവണ SFIക്കാരനോട് പടപൊരുതുന്ന നവാസിനെ ഞാൻ അടുത്ത് നിന്ന് നോക്കി കണ്ടിട്ടുണ്ട്. നോക്കൂ, അതൊരു പാർട്ടി ഗ്രാമമാണെന്ന്. അവിടെ അങ്ങനെ നിർഭയം നിന്നിട്ടൊരു ചെറുപ്പക്കാരൻ നടത്തിയിട്ടുള്ള പോരാട്ടം 2 തവണയും ആ യൂണിവേഴ്സിറ്റി പിടിച്ചെടുത്തു. ഇതാ താനൂർ പുതിയ ചരിത്രം എഴുതുന്നു. നവാസിലൂടെ മറ്റൊരു പിടിച്ചടക്കലിലേക്ക് പോകുന്നുവെന്ന് തീർച്ചയാണ്. നമ്മുടെ കുട്ടികൾ SSLC മാർക്ക് ലിസ്റ്റ് A+ കൊണ്ട് നിറച്ചവരാണ്. ആ കുട്ടികൾ മാർക്ക് ലിസ്റ്റ് A+ കൊണ്ട് നിറച്ചപ്പോൾ അവർക്ക് +1 പോകാൻ സ്കൂളില്ലെന്ന് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടത് തെരുവിലാണ്. അതിന് ഭരണകൂടം അദ്ദേഹത്തിന് വിധിച്ചത് കാരാഗ്രഹമാണ്, ജയിലാണ്. മലപ്പുറത്ത് ഒരു പോലീസ് മേധാവി ഉണ്ടായിരുന്നു, സുജിത് ദാസ്. ആ സുജിത് ദാസ് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ കസാരയിൽ ഇരുന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഉയർന്നു കേട്ട ശബ്ദം PK നവാസിന്റേതാണ്. ഒറ്റ വാക്ക് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മിത്രം എന്ന നിലക്ക് പറയാനുള്ളൂ. ഒരു വോട്ട് ചെയ്തതിന് ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല.